ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതൂസ് ഹെയർ കെയർ. ഇന്നത്തെ നമ്മളുടെ ഹെയർ കെയർ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മുടി നല്ല കറുപ്പോട് കൂടിയിട്ട് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ഗീതൂസ് ഹെയർ കെയറും ടിപ്സ് ഫോർ യു A to Z. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തൊരു ഗുഡ് ന്യൂസ് പറയാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വിട്ടുമാറാത്ത മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടുള്ളൊരു ഹെയർ ഓയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. 6 വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഉപയോഗിച്ചവരുടെ റിസൾട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കുക. ഫുൾ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ജനറേഷനിൽ കൂടുതലും ആളുകൾക്ക് കണ്ടുവരുന്ന മെയിനായിട്ടുള്ള 2 പ്രശ്നങ്ങളാണ് അകാല നരയും അതുപോലെ തന്നെ ഡാമേജ് ഹെയറും. ഇത് രണ്ടും മാറ്റി മുടി നന്നായിട്ട് വളർത്താനായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആഴ്ചയിൽ 1 ദിവസമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചെറിയൊരു പീസ് ഇഞ്ചിയാണ് കേട്ടോ. തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസുകളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ പീസാക്കുന്നത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സവാളയാണ്. വലിയൊരു സവാളയാണെങ്കിൽ 4/1 ഭാഗം മാത്രം മതി കേട്ടോ. സവാളയിൽ ഉണ്ടാകുന്ന സൾഫർ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട്, മുടി നന്നായിട്ട് വളർത്താനായിട്ട്, അകാലനര മാറ്റാനായിട്ടൊക്കെയും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇഞ്ചിയിലുള്ള ജിഞ്ചറോളും. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മുട്ട വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളിൽ മുട്ടയുടെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞ ഒഴിവാക്കാം കേട്ടോ. മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുമ്പോഴാണ് മുട്ടയുടെ സ്മെല്ല് നന്നായിട്ട് വരുന്നത്. മുട്ടയുടെ സ്മെല്ല് ചില ആളുകൾക്ക് തലവേദനയൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്ത കാരണം ഞാൻ എഗ് വൈറ്റും യെല്ലോയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഏതൊരു ഹെയർ പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അകാലനര പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട്, മുടിക്ക് പ്രത്യേക തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എഗ്ഗ്, ചെമ്പരത്തി, സവാള, ഇഞ്ചി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, കാരണം നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പാക്ക് മെയിനായിട്ട് നമ്മുടെ സ്കാൾപ്പിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ സ്കാൾപ്പിൽ നന്നായിട്ട് ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയറിലും മുടിയുടെ തുമ്പിലൊക്കെ ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 1-2 വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡാമേജ് ഹെയർ എല്ലാം സിൽക്കി ഹെയർ ആകാനായിട്ട്, അകാലനര പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട്, താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് എല്ലാത്തിനും നല്ലതാണ്. ഇത് കുഞ്ഞു മക്കൾക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ്. അതായത് 5 വയസ്സിന് മേലെയുള്ള കുഞ്ഞു മക്കൾക്കായാലും ചെയ്യാവുന്നതാണ്. പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, കുട്ടികളുടെ മുടി വളർച്ചയ്ക്കായിട്ട് ഏത് പാക്കാണ് നല്ലത് എന്നുള്ളത്. ഈ ഒരു പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാക്കാണ്. എഗ്ഗൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ എത്ര വളരാത്ത മുടിയും വളർത്താനായിട്ട് എഗ്ഗ് വെച്ചിട്ടുള്ള പാക്കുകൾക്ക് പറ്റുന്നതാണ്. പിന്നെ നമ്മൾ സവാളയുടെ ഒരുപാട് ടിപ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ മുടി വളർത്താനായിട്ട് സവാള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സവാളയിലുള്ള സൾഫറാണ് ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ മാറാനായാലും, അകാലനര മാറാൻ, താരൻ മാറാൻ, മുടി നന്നായി വളരാനായിട്ടൊക്കെയും സവാള വളരെയധികം നല്ലതാണ്. പാക്ക് ഇട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. പെട്ടെന്ന് ജലദോഷമൊന്നും വരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 1 മണിക്കൂർ വരെ വെച്ചിരിക്കാവുന്നതാണ്. കാരണം ഒരുപാട് വെള്ളം പോലെയുള്ള പാക്കൊന്നല്ല. 1 മണിക്കൂർ വെച്ചിരിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഷാമ്പു ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട്. ആഴ്ചയിൽ 1-2 വട്ടം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ. മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.